വോട്ടർ പട്ടികയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി തെരുവിലാണ്. ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ BJP ഒരു തിരിച്ചടി എന്നോണം സോണിയാഗാന്ധിയുടെ ചില വിവാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബീഹാർ ഇലക്ഷനെ ബാധിക്കുമോ? ബീഹാർ ഇലക്ഷനെ അത് എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുവരും. കാരണം ബീഹാർ ഇലക്ഷൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നടക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടൊരു മാറ്റം ഉണ്ടാകാറുണ്ട്. ഇപ്പം VSൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു അവസാനമായിരുന്നു 2011 ഇലക്ഷൻ. അത് കഴിഞ്ഞ് VS സജീവ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നില്ല. ഇലക്ഷന് മത്സരിച്ചെങ്കിൽ തന്നെ അവിടെ ബീഹാറിൽ ഈ നിതീഷിന് പ്രായമായി. ഇനി അദ്ദേഹം ഒരു അംഗത്തിന് കൂടി ഉണ്ടാവുമോ? പിന്നെ നിതീഷിൻ്റെ ഒരു 20 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഒരു പുതിയൊരു ജനറേഷൻ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അവർ പഴയ ബീഹാറുകളെ പോലല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ നീതി എന്നുള്ള സങ്കല്പത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രായോഗിക തലത്തിൽ കൊടുത്തിട്ടുള്ള ജനറേഷൻ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം BJP അവിടെ പണ്ടത് കോൺഗ്രസ് എങ്ങനെയായിരുന്നു അതേപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ BJP ശക്തമാണ്. അവിടെ ഇപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാർട്ടി BJP-നാണ്. മറ്റേതൊരു ആൾക്കൂട്ടമാണ്, ജാതീയമായ ആൾക്കൂട്ടമാണ് ലാലുവിൻ്റെ പാർട്ടി. അപ്പോൾ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അവിടെ രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ന്യൂലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള റൂറൽ പോപ്പുലേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മോഡി ഗവൺമെൻറ് ഓൾറെഡി എതിർക്കാനുള്ള സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്, കാരണങ്ങളുണ്ട്. അതാണ് അഗ്നിവീർ. അഗ്നിവീർ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇന്നോവേഷൻസ് ഒന്നും മിലിറ്ററി റിസർച്ച് നടത്താൻ പറ്റാത്ത രീതിയിൽ ആ ശമ്പളവും പെൻഷനുമായിട്ട് മൊത്തം മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ പകുതിയും പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് പതുക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ട് അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള പദ്ധതികൾ വേണം. പിന്നെ മാത്രമല്ല, ഒരു രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഒബേസിറ്റി, അങ്ങനെയുള്ള ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ. അപ്പോൾ കൂടുതൽ ആളുകളെ മിലിറ്ററി പരിശീലനം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒന്ന് ഈ വെൽനെസ്സിൻ്റെ കാര്യത്തിലും ഉറപ്പുവരുത്താൻ സഹായകരമാകും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു സ്കില്ല് ആളുകൾ കയ്യിലുണ്ടോ. ഇപ്പോൾ മിലിറ്ററി പോയി വരുന്നവർ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചിട്ടാണ് വരിക. മിലിറ്ററി ഒരുപാട് സെക്ഷൻ, എഞ്ചിനീയറിംഗ് കോപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പം അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള പ്രശ്നത്തെ ആളുകൾ സ്വയം തൊഴിലുകൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അത് പല മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യത്തെ സഹായിക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ സഹായകരമാവും. ആ രീതി വിശാലമായ അർത്ഥത്തിലുള്ള ഒരു പ്ലാനാണ് അഗ്നിവീർ. പക്ഷേ അഗ്നിവീർ ബീഹാറിൽ ഉണ്ടാക്കിയത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് നമുക്ക് ഇനി കണ്ടുപിടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഈ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെ ഇന്ത്യ മുന്നണി കുറച്ച് ശക്തിപ്പെട്ടിട്ടുണ്ടല്ലോ. എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങുന്നു, അവിടെ അവർ തെരുവിലിറങ്ങുന്നു, വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അത് ഇന്ത്യ മുന്നണി വീണ്ടും ഒരു ഉണർവ് ഈ പ്രശ്നത്തിലൂടെ ലഭിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇന്ത്യ മുന്നണി പിന്നോട്ടടിച്ച് വെക്കുമെല്ലാം അവർക്കൊരു ഉണർവുണ്ടാകും. അതായത് ലോക്സഭാ ഇലക്ഷന് അവർക്കൊരു മേൽക്കൈ കിട്ടി. അധികാരം കിട്ടിയില്ലെങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് തടയാൻ അവർക്ക് പറ്റി. അപ്പം പിന്നെ അവരുടെ ഫൈറ്റ് ആയിരുന്നു, ആരാണത് തടഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫൈറ്റ് ആയിരുന്നു. പക്ഷെ തുടർന്ന് നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ അവർ ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല. മാത്രമേ BJPയുടെ ശക്തമായ മുന്നേറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അല്ല, അതൊന്നും ഒരു മുന്നേറ്റമല്ല, അതല്ല വോട്ടർ പട്ടികയിലെ തിരിമറി എന്നാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. ഇപ്പം ആർക്കും പോകണ്ട, അഡ്വാനി പറഞ്ഞിട്ടായിരുന്നു 2009 ജയിച്ചത് കോൺഗ്രസ്സുകാർ മെഷീനിൽ കൃത്രിമം കാണിച്ചിട്ടാണ്. ആ പറയുന്നത് അത് ക്രെഡിബിളായിട്ട് കോടതിയോ അങ്ങനെ ഏതെങ്കിലും ഏജൻസികൾ പറയുന്നവരെ പ്രതിപക്ഷത്തിൻ്റെ ജൽപ്പനങ്ങൾ മാത്രമേ നാട്ടുകാർ കാണുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച 11 വോട്ടുകൊണ്ടാണ്. അങ്ങനെ സുരേഷ് ഗോപി 11 വോട്ടുകൊണ്ടാണ് ജയിച്ചെങ്കിൽ ഇവിടെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി എത്രത്തോളം പേരുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് കാലാകാലങ്ങൾ അതൊക്കെ അന്വേഷിക്കപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കാത്തത്. അപ്പം അതൊരു വിഷയമാണ്. സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയതുകൊണ്ട് പിന്നെ BJPക്ക് സീറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ടും അത് മീഡിയക്കാർ ഏറ്റെടുക്കും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ടൈം നിങ്ങൾ എല്ലാ സ്ഥലത്തും പരിശോധിക്കും. അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് ആ അർത്ഥത്തെ എത്രത്തോളം ജനം എടുക്കൂ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പം എടുക്കാൻ സാധ്യത ഈ അർബൻ എഡ്യൂക്കേറ്റഡായ ഓൾറെഡി ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഈ പറയുന്ന നിതീഷിൻ്റെ ഒരു അവസാന കാലഘട്ടമാണ്.
ഇനി നിതീഷ് തന്നെ വേണോ, നിതീഷിനെക്കാട്ടും കൂടുതൽ കുറച്ച് യങ്സ്റ്റർ ആയിട്ടുള്ള എന്നാൽ ലാലുവിൻ്റെ അത്ര വിവരക്കേടില്ലാത്ത ലാലുവിൻ്റെ മോൻ മതിയോ എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ ആളുകൾ ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, ബീഹാർ മാത്രമല്ല, ഇനിതാ കേരളത്തിലുണ്ട്, ആസാമിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം ഈ പ്രശ്നം ഒരു ഉണർവ് നൽകുമോ? അല്ല, കേരളത്തിൽ എന്തുണർവല്ല, കേരളം BJP ആയിട്ടല്ലല്ലോ മത്സരം. BJPക്കെതിരെ പ്രവർത്തിക്കുന്ന A ടീമായിട്ട് കേരളത്തിലെ A ടീം BJP അല്ല CPM, B ടീം കോൺഗ്രസ് ആണ്. A ടീമും B ടീമും തമ്മിലുള്ള അടിയല്ലേ. അതിലിന്ന് ഇവർ രണ്ടു കൂട്ടരും പരസ്പരം പൊതുവെ നമ്മൾ കേട്ടത് ഇവിടെ കോൺഗ്രസ് ആയാലും CPM വോട്ടപ്പട്ടികയിൽ കള്ളം ചേർത്തു, ഡീലിമിറ്റേഷൻ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിഷയം കേരളത്തിൽ ആർക്കായിരിക്കും ഒരു ഉണർവ് ലഭിക്കുക? കേരളത്തിൽ ഇവർ രണ്ടുപേർക്കും BJP കുറച്ച് സീറ്റ് പിടിക്കാൻ ശ്രമിക്കുക, അവർക്ക് രണ്ടുപേർക്കും ഗുണം കിട്ടുന്നു. BJPക്കെതിരെ വെറുക്കാൻ എന്തെങ്കിലും കാരണം അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് മലയാളികൾ, തമിഴന്മാർ. അപ്പം അങ്ങനെയുള്ളൊരു ഗുണം കിട്ടുമെന്നല്ലാതെ വേറെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അതിലുപരിയായിട്ട് ഒരു മൂവ്മെന്റ് BJPക്ക് പലതരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നമൊക്കെയാണ് വിഷയം. ആ വിഷയത്തിൽ സത്യത്തിൽ കന്യാസ്ത്രീകൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം BJP ആണ്. അത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയാൽ ക്രിസ്ത്യാനിയെ കൊള്ളാം. പിന്നെ കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ മതപരിവർത്തനം ആയി ബന്ധപ്പെട്ട നിയമമാണ്. മതപരിവർത്തനം നടക്കുന്നില്ലെന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്. അതിന് നിങ്ങളങ്ങ് UP വരെ ഒന്നും പോകണ്ട, തെക്കൻ തിരുവിതാംകൂറിൽ വന്നാൽ മതി. നെയ്യാറ്റിങ്ങനെ നിന്റെ വീടിൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയാൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അപ്പം മതപരിവർത്തന വിഷയമാണ്. അല്ല, നടക്കുന്നുണ്ടെന്നല്ല, നടന്നു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെക്കാളും കൂടുതൽ മതപരിവർത്തനം ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ കോൺഗ്രസിന് അണ്ടറിലാണ് നടന്നുകൊണ്ടിരുന്നത്. അത് പലതരത്തിലാണ് അത് ആക്ട് ചെയ്തത്. ഞാൻ അതേപറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ BJPക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് അവർ മാറ്റം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വോട്ടർ പട്ടിക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടികൾ തമ്മിലുള്ള ഐക്യപ്പെടലുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. ഇത് BJPയെ എങ്ങനെയായിരിക്കും ഇത് ഈ തിരിച്ചടിയിൽ നിന്നും കരകയറുക? BJP എങ്ങനെ ജനങ്ങളിടയിൽ അവിശ്വാസം. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനൊരു തിരിച്ചടിയാണോ? അല്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും കാലം ഉണ്ടായിട്ട് വേണ്ടിയില്ലല്ലോ. ഇപ്പൊ ഒരു സാഹചര്യം വന്നപ്പോഴേ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യട്ടെ, അറസ്റ്റ് ചെയ്യാൻ പറ്റിയ അറസ്റ്റ് ചെയ്യട്ടെ, അതായത് അതിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ ജനങ്ങളിടയിൽ ഈ നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ BJPക്ക് ദുഷ്കരമാവും. അതാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ബീഹാർ അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റാണ്. ബീഹാർ രാഷ്ട്രീയം എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലുത് സ്വാധീനിച്ചിട്ടുള്ളൊരു പ്രദേശമാണ്. ആ ബീഹാറിൽ ജനങ്ങൾ ഇത് എങ്ങനെ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീഹാർ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് BJP എടുക്കേണ്ടി വരും. തിരിച്ചടി കിട്ടിയിട്ടില്ലെങ്കിൽ ചിരിച്ചു തള്ളും. ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.